ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അമ്പലത്തിലെ മീനഭരണി മഹോത്സവത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ വീഡിയോയും കുറച്ച് വീഡിയോ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസമായിരുന്നു ആമിക്കാൻ പഠിക്കും ഡാൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു 4-4:30 കൂടി ഒരുങ്ങാനായിട്ട് നമ്മുടെ അടുത്തുള്ളൊരു വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. അത് ഞങ്ങളുടെ അമ്മ ജോലി ചെയ്യുന്ന വീടാണ് കേട്ടോ. അപ്പോൾ അവരാണ് ഞങ്ങൾക്ക് സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നത്. അങ്ങനെ എല്ലാ കുട്ടികളെയൊക്കെ ഒരുക്കി സെറ്റാക്കി നിർത്തിയിട്ട് ഞാൻ വീട്ടിലേക്ക് റെഡിയാവാൻ അത് സുന്ദരിയാവാനായിട്ട് പോയതാണ് കേട്ടോ. തിരിച്ചു വന്നപ്പോഴത്തേന് നല്ല ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് അമ്പലം എന്താ പറയണേ, നമ്മൾ ആ നൈറ്റ് വൈബ് ഉണ്ടല്ലോ, അടിപൊളി ഉത്സവം വൈബ് അതായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുങ്ങി സുന്ദരിയായെന്ന് വെച്ചാൽ ഇല്ല, എൻ്റെ മേക്കപ്പ് ഐറ്റംസൊക്കെ ദേ ഇവിടെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇത് ദക്ഷിണ കൊടുക്കണ ടൈമായിരുന്നു. കുട്ടികളൊക്കെ ഒരുങ്ങി നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുട്ടികളെ ഒരുക്കി നിർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. അവർ അടങ്ങി ഒതുങ്ങി ഒരിടത്ത് ഇരിക്കുകയില്ല, അവിടെ ഇവിടെയൊക്കെ ചൊറിഞ്ഞും മാന്തി ഓരോന്ന് കളയുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ദേ നമ്മൾ ദക്ഷിണയൊക്കെ ഓരോരുത്തരായി നമ്മുടെ ഗായത്രി ടീച്ചറിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഒരു വീഡിയോ ഇട്ടപ്പോഴും നമ്മുടെ ഗായത്രി ടീച്ചറിനെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ടീച്ചർ ദേ കുട്ടികളുടെ ഇന്ന് ദക്ഷിണയൊക്കെ മേടിച്ച് അവരെ അനുഗ്രഹിച്ച്. നല്ല ടെൻഷനുണ്ട് കേട്ടോ കുട്ടിയുടെ മുഖത്ത്. ആർക്കും മനസ്സിലാവുള്ളല്ലേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് സമയമായപ്പോഴത്തേനും പോയി. അപ്പോൾ ഇത് നമ്മുടെ ഡാൻസ് ടീച്ചറിൻ്റെ കൂടെ വന്ന കുട്ടിയാണ് കേട്ടോ. നമ്മുടെ ഡാൻസ് ക്ലാസ്സിലല്ല പഠിക്കുന്നത്, ഭാമ എന്നാണ് കേട്ടോ പേര്. അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ സൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വർത്താനം പറയുന്നതിൽ. അപ്പോൾ ഉത്സവം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് വീഡിയോ ഇടാൻ എനിക്കൊരു ഇഷ്ടമില്ല, അതുകൊണ്ടിട്ടാണ് ഇപ്പോഴെങ്കിലും ഇടണ്ടേ. ഇത് ഞങ്ങളുടെ ബാലസംസ്കൃതിയിലെ മറ്റൊരു 8 കുട്ടികളാണ് കേട്ടോ, കല്ലും ജാനുമാണ് കേട്ടോ. അപ്പോൾ അവർ ഡാൻസ് കളിക്കുമ്പോഴത്തേനും നമ്മുടെ ഡാൻസ് ടീച്ചറും കൂടെ ഇന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു അതും കൂടി എടുത്തേക്കാന്ന്. അവളെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ, എന്നാലും അതവിടെ കിടക്കട്ടെ, ക്യൂട്ടല്ലേ. പിന്നെ കുറേ ഡാൻസുകളുണ്ടായിരുന്നു. ഈ ഡാൻസുകളുടെ ഒന്നും പാട്ട് എനിക്ക് എന്താ പറയുക ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് സോറി കേട്ടോ. നമ്മുടെ കുട്ടികളുടെ ഡാൻസിൻ്റെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് പാട്ടൊന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് അറിയത്തില്ല കേട്ടോ അതൊന്നും ചെയ്യാനായിട്ട്, ഞാനെല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിലെ പോരായ്മയൊക്കെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ, സോറി ഫോർ ദാറ്റ്. അപ്പം ഡാൻസ് ടീച്ചറും കുട്ടികളും ഒക്കെ ഒരുമിച്ച് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. ഈ ഡാൻസ് നമ്മുടെ ശിവതാണ് കേട്ടോ. ശിവദം ശിവനാമം
ശ്രീ പാർവതീശ്വര ആ പാട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. എനിക്ക് എന്തെങ്കിലും സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു ഡാൻസാണ് കേട്ടോ. കാക്കയും ആടും മത്സരിച്ച് കരയുന്നുണ്ട്, സോറി. ഇത് നമ്മുടെ മണിച്ചേട്ടൻ്റെ പാട്ടായിരുന്നു, മാരിക്കൊഴുന്ത്, ആ പാട്ടാണ് കേട്ടോ. എല്ലാം എനിക്കിങ്ങനെ കാണുകൊണ്ട് സങ്കടമുണ്ട് കേട്ടോ. പക്ഷേ എന്താ ചെയ്യുക, ഇത് കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താണ് കേട്ടോ. പിന്നെ കുട്ടികളെ കൊണ്ടുപോയി നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ വന്ന് കുറച്ച് നേരം പരിപാടിയൊക്കെ കണ്ടു കേട്ടോ. ഇവിടുത്തെ അമ്മയുടെ അല്ല, അമ്മ പണിയാൻ പോണ വീട്ടിലാണ് കേട്ടോ നമ്മൾ ഒരുങ്ങിയത്. അതിനുള്ള സൗകര്യം അവർ ചെയ്ത് തന്നായിരുന്നു കേട്ടോ. അതിലൊരുപാട് നന്ദി, സ്നേഹമുണ്ട്. അതിപ്പോൾ ഞാനിങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഐസ്ക്രീം കഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ ചെന്നപ്പോഴത്തേനും ചുമയൊക്കെ ആയിട്ടോ ആമിക്ക് അങ്ങനെ ഐസ്ക്രീം, ചോക്ലേറ്റ് അതൊന്നും കഴിച്ചുകൂടാ. പിന്നെ തിരുവാതിര ഉണ്ടായിരുന്നു. എനിക്കൊരു നൊസ്റ്റാൾജി വന്നൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം കഴിഞ്ഞ വർഷം ഞാൻ ഒരു 5-6 സ്റ്റേജ് കളിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതെനിക്കൊരു സങ്കടം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും എനിക്ക് ഈ വർഷം കളിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ തിരുവാതിരയും കണ്ടിട്ട് പിന്നെ ഞങ്ങൾ ഒത്തിരി നേരം നിന്നില്ല കേട്ടോ. നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് ചെയ്തത്. നമുക്ക് തിരുവാതിര കണ്ടാലോ കുറച്ച് നേരം? പക്ഷേ ഞാൻ തന്നെ വോയിസ് പറയണം, അതിൻ്റെ അകത്ത് വോയിസ് ഇടാൻ പറ്റത്തില്ലല്ലോ. പങ്കജലോലേ ദേവി പാണികളിൽ വീണയേന്തും രാഗവിലോലേ നാൻമോഹന്റെ സതിയായ ജ്ഞാനരൂപമേ എന്നും നാവു തന്നെ നീ വസിക്കൂ പാണിമാതാവേ. വിജ്ഞാനത്തിൻ ദേവതേ നീ അജ്ഞാനം നീക്കിയിടേണി ആദിപരാശക്തിയല്ലേ നീ സരസ്വതി. അങ്ങനെ ഡാൻസൊക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ പ്രാവശ്യം പോരാന്ന് പറയുമ്പോഴത്തേനും ആമിയും പാടിയും കുഞ്ഞാറ്റയും കൂടി സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഡാൻസ് കളിയായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളുടെ സന്തോഷമല്ലേ, നമുക്ക് പോരാനായിട്ട് തോന്നിയില്ല കേട്ടോ. കുഞ്ഞു കുട്ടികളുടെ കുറേ പരിപാടികളുണ്ടായിരുന്നു. ഈ സിനിമാറ്റിക് ഡാൻസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് പ്രത്യേകിച്ച് ഒരു ഓളം വെക്കാനുള്ളൊരു ഇതാണല്ലേ. അപ്പോൾ അത് ഈ കുട്ടികളത് നോക്കിക്കൊണ്ടിരിക്കണോണ്ട് കുറച്ച് നേരം കൂടെ ഞങ്ങളവിടെ സ്റ്റേ ചെയ്തു കേട്ടോ. എന്താ പറയുക, അവരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അപ്പോൾ നമ്മൾ കുറേ നേരം കൂടെ അവിടെ അങ്ങനെ സ്റ്റേ ചെയ്തു കേട്ടോ. പിന്നെ എന്തുവാ, അങ്ങനെ ഈ വർഷത്തെ ഉത്സവത്തിന് ഡാൻസൊക്കെ കഴിഞ്ഞ് അമ്മയുടെ മടിയുടെ ഡാൻസാണ് കേട്ടോ കഴിഞ്ഞോളൂ. പിന്നെ ദിവസങ്ങളിൽ കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിച്ച് പൊളിച്ചാണ് നമ്മുടെ ഉത്സവം കഴിഞ്ഞു പോയത് കേട്ടോ. ഇതിൻ്റെ അകത്ത് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു അനിയത്തി കുട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ ഡാൻസ് കണ്ടപ്പോഴത്തേനും പിന്നെയും ഞാൻ കുറേ നേരം അവിടെ തന്നെ നിന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ, ഡാൻസ് കാണാൻ. എന്താ പറയുക, ചെറുതിലെയൊക്കെ നമ്മൾ
എന്താ പറയുക +2 വരെയൊക്കെ നമ്മൾ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി കുഞ്ഞാറ്റയ്ക്ക് ഡാൻസ് കളിച്ചിട്ടേ വരുള്ളൂ എന്നും പറഞ്ഞ് ഭയങ്കര വാശി പിടിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് ഡാൻസൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അതേ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഘോഷയാത്രയൊന്നും കണ്ടില്ല കേട്ടോ. കാരണം എന്ത് കാര്യത്തിന് ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ താമസിച്ചാണ് കേട്ടോ പോകുന്നത്. കുട്ടികളെ ഒരുക്കി ഞാൻ നേരത്തെ വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെന്നപ്പോഴത്തേനും ഘോഷയാത്ര അമ്പലത്തിൽ കയറിയിരുന്നു. കാവടി ഘോഷയാത്ര തുടങ്ങിയായിരുന്നു കേട്ടോ. ഈ കാവടി ഘോഷയാത്ര അതായത് ഈ കാവടിയാട്ടം കാണുമ്പോഴത്തേനും എനിക്കിപ്പോൾ ഒരാൾ ഓർമ്മ വരും കേട്ടോ. ഞാനത് ഓർത്തു, അമ്പലത്തിലെത്തിയപ്പോൾ കാവടി കണ്ടപ്പോൾ ഞാനിങ്ങനെ ഓർത്തു കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ പരിസരം. നന്നായിട്ടുണ്ടല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് നേരം അപ്പോൾ ഈ കൊല്ലം ആനയ്ക്ക് പകരം രഥമായിരുന്നു കേട്ടോ നമ്മുടെ ഘോഷയാത്രയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ രഥമാണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ദാഹിക്കുന്നതുകൊണ്ട് വെള്ളം കുടിക്കാൻ വന്നതാണ് കേട്ടോ. സർബത്ത് കുടിച്ച് തനുമോളുടെ മിനുട്ടിയുടെയൊക്കെ കിളി പോയിരിക്കുകയാണ്. എന്താണ് കിവിയുടെ ആയിരുന്നു കേട്ടോ, കൊള്ളത്തില്ലായിരുന്നു, മധുരമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആറാട്ടുകടവിൽ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പൊരിഞ്ഞ വെയിലെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വെയിൽ കരിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോവാണ് കേട്ടോ. കുട്ടികളുടെ ഓരോരോ ആഗ്രഹങ്ങളല്ലേ, അതങ്ങ് നടത്താമെന്ന് ഓർത്തു. ആരുടെ? എൻ്റെ തന്നെ കേട്ടോ. അപ്പോൾ ധാവണി ആദ്യമായിട്ട് ഉടുത്തതിൻ്റെ ഒരു എന്തോ ഒരു സംഭവം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ധാവണി ഉടുക്കണമെന്ന്. അതങ്ങ് ഞാൻ സാധിച്ചെടുത്തു കേട്ടോ. ഈ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ടാറ്റാ ബൈ, സീ യു.